വാതിൽ തുറക്കാൻ ഞാനാണ്. നോക്കണ്ട, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നമുണ്ടോ? സാർ ഈ സമയത്ത് നീ കാരണം വീട്ടിൽ പ്രശ്നമുണ്ടായി. പ്രിയമായിട്ട് വഴക്കിട്ട് വരിക ഞാൻ. എല്ലാം നീ കാരണമാ. ഓഫീസിൽ വെച്ച് എന്താ പറഞ്ഞത്? ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ ചാനൽ വൈസ് പ്രസിഡന്റ് മോഹൻ കെ നാരായണൻ ശകാരിച്ചെന്ന്. അതിനിടയാക്കിയത് ഞാൻ. ചുരുക്കത്തിൽ നിരഞ്ജൻ തോമസ് ഓഫീസിലും വീട്ടിലും പ്രശ്നക്കാരൻ. സർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചു. സാരമില്ല, ദേവിക്ക് എന്നോട് പിണങ്ങാം. എന്തുകൊണ്ട്? ഇണക്കമുള്ളിടത്തെ പിണക്കമുള്ളൂ. സ്നേഹത്തിന്റെ അരികെ ചേർന്നുള്ള പരിഭവം ഒരു സുഖ. സർ, സമയം ഒരുപാടായി. ആയിക്കോട്ടെ, എനിക്ക് തിരക്കില്ല. അതെ, ചുരുക്കി പറയാം, കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നീ എന്റെ കൂടെ നിൽക്കണം. ദേവിക എന്റെ കൂടെ ഉണ്ടാവണം. കാരണം അറിയാലോ, എനിക്ക് നിന്നോട് സ്നേഹമാണ്. സർ, ശബ്ദം കേട്ട താഴെയുള്ളവർ ഉണരും. ഉണരട്ടെ, എല്ലാവരും അറിയട്ടെ ഞാൻ ഇവിടെ വന്ന കാര്യം. നാളെ പ്രിയ അറിയട്ടെന്ന് ഞാൻ വന്നു. സാർ ഇപ്പൊ പോ, നമുക്ക് നാളെ സംസാരിക്കാം. ഒഴിവാക്കി വിടാനോ? എന്നെ ഒഴിവാക്കി വിടാനോ? നെവർ. അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കണ്ട. എന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല നിനക്ക്. അതെ, നിന്റെ ഈ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് എന്നോടുള്ള ഇഷ്ടം. വീട്ടിൽ പോ. പോയില്ലെങ്കിലോ? ഞാനിപ്പോ പ്രിയച്ചി വിളിച്ച് കാര്യം പറയും. വിളിക്ക്, ഞാൻ സംസാരിക്കാൻ പ്രിയോട്. വിളി. എന്നാലേ ഞാൻ രാവിലെ പോകുന്നുള്ളൂ. ഞാനേ ഇന്ന് ഇവിടെ ഉറങ്ങുന്നത്. പ്ലീസ്. അതെ, നിന്നോടെ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ദേവി, അടയ്ക്കരുത്. ദേവി, കഥ തുറക്കാനാ പറഞ്ഞത്. ദേവിക, വാതിൽ തുറക്കാൻ. വാതിൽ തുറന്നു. എന്നെ അങ്ങനെ പുറത്താക്കാന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഇന്ന് പോവില്ല. ഞാൻ ഇനിയും വരും. ദേവിക, വാതിൽ തുറക്കും.
ചക്കരെ? അച്ഛൻ രാത്രിപ്പാട്ട് വന്നില്ലേ? വന്നു കാണും. അപ്പുറത്തെ മുറിയിലെങ്ങാനും നോക്ക്. നോക്കി, അവിടെ ഇല്ല. ഇല്ലേ? അച്ഛൻ അവിടെ ഒന്നും ഇല്ല അമ്മേ. അമ്മ നോക്കാം. മോൻ അപ്പുറത്തേക്ക് ചെല്ല്. നിരഞ്ജൻ, ഏയ് നിരഞ്ജൻ, എഴുന്നേറ്റ്. നിരഞ്ജൻ, നിരഞ്ജൻ. നോക്കണ്ട, വീട്ടിലാ. ഓ, നിന്നെ അകത്തേക്ക് കയറാൻ വരട്ടെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? രാത്രി രണ്ടാമത് കാർ എടുത്ത് നിരഞ്ജൻ എവിടെ പോയിരുന്നു? നിങ്ങളോടാ ചോദിച്ചത്. ഞാൻ വെറുതെ കുറെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോ വീട്ടിന്റെ അകത്ത് കയറി കിടക്കണമെന്ന് അറിയില്ലായിരുന്നോ? അതെങ്ങനെ? ബോധം ഉണ്ടായിട്ട് വേണ്ടേ? നിങ്ങൾക്കിത് എന്ത് പറ്റി നിരഞ്ജൻ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഓഫീസിൽ ടെൻഷനായിരുന്നു പോലും. ജോലിയുമായി ബന്ധപ്പെട്ട് ഇതിലും വലിയ ടെൻഷൻ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇല്ലാത്തതുപോലെ കുടിച്ചിട്ട് വീട്ടിൽ വരിക, എന്നിട്ട് സ്വന്തം നിലയും വിലയും മറന്ന് പെരുമാറുക. നിങ്ങൾ എന്നിൽ നിന്നും എന്തൊക്കെ ഒളിക്കുന്നുണ്ട്? പറ, എന്താ അത്? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇന്നലെ കുറച്ച് അധികമായി പോയി. മാസത്തിൽ 1-2 തവണയല്ല ഞാൻ സ്മോൾ കഴിക്കുന്നുള്ളൂ. എന്തിനാ അധികം? ഇന്നലെ കൊണ്ട് എല്ലാം തികഞ്ഞില്ലേ? അമ്മയുടെ മുൻപിൽ കാലിടറി വാക്കുകൾ കുഴഞ്ഞ. ബോറായെന്ന് എനിക്കറിയാം. മഹാ ബോറായെന്ന് പറ. ആരും ചോദിക്കാനില്ലാത്തതിന്റെ അഹങ്കാരം ഇത്. സ്നേഹിച്ച് കൂടെ ഇറങ്ങി വന്ന് എന്റെ മുൻപിൽ എന്തോ ആവാലോ. ചെല്ല, തല തണിക്കൊന്ന് കുളിക്ക്. ഓഫീസിൽ പോണ്ടതല്ലേ? രാത്രി ഡ്രൈവ് ചെയ്ത് പിന്നെ എവിടം വരെ പോയി? ഞാൻ മറൈൻ ഡ്രൈവ് വരെ പോയിട്ട് തിരിച്ചു വന്നു. ജോലി രാജിവെക്കാൻ പോവാണെന്നോ? ദേവിക രാവിലെ തമാശ പറയാ. പലതും തമാശയായിട്ട് കാണാൻ കഴിയാത്തോണ്ടാ എനിക്ക് ടൈം ടേബിൾ തുടരാൻ പറ്റില്ല ചേച്ചി. മറ്റേതെങ്കിലും ചാനലിലേക്ക് ചാടാനാണോ? അല്ല, ടെലിവിഷൻ മീഡിയ എനിക്ക് മതിയായി. റിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു?
തിരുവനന്തപുരത്തേക്ക് മടങ്ങണം. ടൈം ടിവിയിൽ തുടരാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ തീരുമാനമൊന്ന് മനസ്സിലായി. എന്താ കാരണം? ദേവിക, ഓഫീസിൽ എന്തെങ്കിലും ഇഷ്യൂ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും മോശമായി പെരുമാറ്റം? പറയ. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമാണ്. വളരെ ഇൻഡിഫറന്റ് ആയിട്ട് ദേവിക സംസാരിക്കുന്നത്. ശരി, നിയമിച്ചത് നിരഞ്ജനാണല്ലോ. അഭിപ്രായം ചോദിച്ചോ? ഇല്ല. ചോദിക്കണ്ടേ? തുറന്നു പറയ്, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ദേവിക, പ്രിയേച്ചി, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഒഴിഞ്ഞു മാറിപ്പോകുന്നത്. ദേ, ഇങ്ങനെ ഇങ്ങും തൊടാതെയുള്ള മറുപടിയല്ലേ എനിക്ക് വേണ്ടത്. ഷൂട്ടിങ്ങിന് വേണ്ടി മൂന്നാറിൽ പോയത് മുതൽ ഞാൻ ശ്രദ്ധിക്കാം. ശരിക്കും എന്താ പ്രശ്നം? പ്രിയേച്ചി, സാർ എനിക്ക് സ്വസ്ഥത തരുന്നില്ല. ഇന്നലെ രാത്രി മദ്യപിച്ചിട്ട് സാർ ഞാൻ താമസിക്കുന്നിടത്ത് വന്നിരുന്നു. എപ്പോ? കുറെ ലേറ്റായി. എന്നിട്ട് കുറെ തട്ടിക്കയറി. സാറിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സംസാരിച്ചത്. അതിര് കിടക്കുന്നതായപ്പോ എനിക്ക് വാതിലടക്കേണ്ടി വന്നു. ചേച്ചിയോട് എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റൂ. സ്വപ്നം കണ്ട ജോലിയാ, പക്ഷേ ഇനി വയ്യ. അപ്പോ പ്രാർത്ഥനയോടെ എന്ന പ്രോഗ്രാമിന്റെ കാര്യോ? എനിക്ക് പകരം ആരെങ്കിലും ചാനൽ അതിന്റെ ചാർജ് ഏൽപ്പിക്കും. അതതിന്റെ മുറയ്ക്ക് നടക്കും. ഓഫീസിൽ ചെന്ന് രാജിക്കത്ത് കൊടുത്തിട്ട് സ്കൂളിൽ കയറി മോളെ വിളിച്ചോണ്ട് പോവാന്നാ വിചാരിക്കുന്നത്. അവളുടെ ഡ്രസ്സൊക്കെ ഇപ്പോഴേ കൊണ്ടുപോയേക്കാം. പിന്നിങ്ങോട്ട് വരണ്ടല്ലോ. അതെങ്ങനെയാ ശരിയാവാ? പ്രാർത്ഥന ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല ചേച്ചി. ഞാൻ പിന്നെ നോ, അത് നടക്കില്ല. അവളിപ്പൊ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ നോക്ക ദേവിക, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ, ഉണ്ടോ? ഇല്ല. ദേവികയ്ക്ക് എന്നോടും ദേഷ്യമുണ്ടോ? ഒരു രാജിക്കത്ത് എഴുതി വച്ചിട്ട് തനിക്ക് ഓഫീസിൽ നിന്ന് പോവാം. പക്ഷെ പ്രാർത്ഥനയുടെ കാര്യം അങ്ങനെയല്ല. പെട്ടെന്ന് അവൾ പോയാൽ എന്റെ മക്കൾ സഹിക്കില്ല. അവർക്ക് താങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചക്കരയ്ക്ക്. പിള്ളേരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള സാവകാശം വേണം. അങ്ങനെ മതി, അങ്ങനെ മതി. പ്രാർത്ഥനയെ ഞാൻ എന്റെ മോളായിട്ട് കാണുന്ന ദേവികയെ എന്റെ സ്വന്തം കൂടെപ്പറപ്പായിട്ട്. നീ രാജിവെച്ചിട്ട് പോയാലും വീണ്ടും വരും. ചാനലിലെ ജോലിയിൽ വീണ്ടും ജോയിൻ ചെയ്യും. അതുകൊണ്ട് യാത്ര പറയാൻ നിൽക്കണ്ട.
എക്സ്ക്യൂസ് മീ സർ. യെസ്, വരൂ, ഇരിക്കെ. ഞാൻ ദേവികയെ വിളിക്കാൻ തുടങ്ങായിരുന്നു. സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന പുതിയൊരു പ്രോഗ്രാം വേണം. ഹിറ്റാക്കണം നമുക്ക്. ഒന്ന് ആലോചിക്കേ. എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ടോ? സർ, ഇതെന്താ? വാട്ട്സ് ദിസ്? ജോലി രാജിവെക്കുകയാണെന്നോ? അതെ സർ. വാട്ട് ഹാപ്പൻ? തനിക്ക് എന്തു പറ്റി? എനിക്കിവിടെ തുടരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് സർ. അത് നമുക്ക് പരിഹരിക്കാം. അല്ല സർ, പേഴ്സണൽ പ്രോബ്ലംസ് ആണ്. മോളുടെ പഠിത്തം ശരിയാവുന്നില്ല. തിരുവനന്തപുരത്തേക്ക് തന്നെ പോയാൽ. അതിന് ഇവിടെ തന്നെ സ്കൂൾ മാറിയാ പോരെ? മോളിവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല സർ. അതോ ദേവികയാണോ കംഫർട്ടബിൾ അല്ലാത്ത? സാരമില്ല, ഇത് കയ്യിൽ വെച്ചേക്ക്. എന്നിട്ട് സീറ്റിലേക്ക് ചെല്ല്. ഇല്ല സർ, ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം. അതിന് മാറ്റമില്ല. ഞാൻ ഈ റെസിഗ്നേഷൻ ലെറ്റർ സ്വീകരിക്കുന്നില്ലെങ്കിലോ? എന്നാലും ഞാൻ ഇനി ജോലിക്ക് വരില്ല സർ. എനിക്ക് പറ്റില്ല. ഐ എം സോറി. MD യുടെ മീറ്റിംഗ് 11 മണിക്കല്ലേ? ആ, സമയമുണ്ട്. നിരഞ്ജനിരിക്കെ. ദേവിക നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടാണോ തീരുമാനമെടുത്തത്? എന്ത് തീരുമാനമാണ്? ജോലി രാജിവെക്കുന്ന കാര്യം. ജോലി? ആര് രാജിവെക്കുന്ന കാര്യം? ദേവിക. അയാൾ റിസൈൻ ചെയ്തു പോയി. വ്യക്തിപരമായ കാരണങ്ങളാൽ ജോലി തുടരാൻ കഴിയാത്തതിനാൽ രാജിവെക്കുന്നത്രേ. അങ്ങനെ ഇട്ടറിഞ്ഞു പോകാൻ പറ്റുമോ? പക്ഷെ പോയി. മീറ്റിംഗിന് സമയമായി. നാളത്തേക്ക് ചാർട്ട് ചെയ്തിരുന്ന മ്യൂസിക് ഷോയുടെ ഷൂട്ട് ഇന്ന് ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞപ്പോൾ ലേറ്റായി. അതിന്റെ ക്ഷീണത്തിൽ ഇന്നലത്തെ ഫോമിൽ വരാൻ തോന്നിയില്ലല്ലോ. താങ്ക്സ്. ദേവിക ഇവിടെ വന്നിരുന്നോ?
അമ്മ